എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കുറച്ച് തന്ത്രിമാർ കാലത്തിന് അനുയോജ്യമല്ലാത്തൊരു തീരുമാനങ്ങൾ എടുക്കുകയും കേരള സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ജാതി വിവേചനം ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ജീർണിച്ച മാനസിക അവസ്ഥയോടുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം അതിശക്തമായി കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. SNDP യോഗത്തെ സംബന്ധിച്ച് SNDP യോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി അതിശക്തമായിട്ട് അപലപിക്കുകയും ഈ മന്ത്രി ഭരിക്കുന്ന രാജ്യത്ത് തന്ത്രിയുടെ ഭരണം വേണ്ട എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഇവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞു. കോട്ടയം SNDP യൂണിയൻ്റെ ചെയർമാനും SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ ഈ നീതി നിഷേധത്തിനെതിരെ, ഈ ജാതി ഭ്രാന്തിനെതിരെ പ്രതികരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇത്തരുണത്തിൽ നാം ഇന്ന് ചിന്തിക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം കൊടുത്ത ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് സഹിക്കാഞ്ഞ ഒരുപറ്റം തന്ത്രിമാരുണ്ടായിരുന്നു. ഞാൻ തുറവൂർ ചേർത്തലയിലുള്ളതാണ്. ഈ തുറവൂർ മഹാക്ഷേത്രത്തിലുണ്ടായിരുന്ന തന്ത്രി ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ താന്ത്രിക സ്ഥാനം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ക്ഷേത്രത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. ഞങ്ങൾ കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകൾക്കറിയാം, ഒരു 10-40 കൊല്ലത്തിന് മുമ്പ് ആ ക്ഷേത്രത്തിൽ 10, 100, 200, 300 ആളുകൾ കൂടുന്നിടത്ത് നിന്ന് 10,000-കണക്കിന് ആളുകൾ കൂടിയിട്ട് ചേർത്തല താലൂക്കിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമായിട്ട് തുറവൂർ ക്ഷേത്രം വളർന്നു എന്നല്ലാതെ കണ്ട് ഈ തന്ത്രി അദ്ദേഹത്തിൻ്റെ ജാതി ഭ്രാന്ത് കൊണ്ട് താന്ത്രിക വിദ്യ ഉപേക്ഷിച്ചു പോയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പവിത്രതയ്ക്ക് ഒരു കളങ്കവും നന്നായിട്ട് അറിയില്ല. ഒന്ന്, കേരള സമൂഹം ചിന്തിക്കേണ്ടത്, ഇവിടെ നമുക്കറിയാം ഇന്ന് വലിയ പ്രാസംഗികന്മാരൊക്കെ വന്നിട്ട് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ ഉദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ടിപ്പുവിൻ്റെ കാലത്ത്, ഈ പടയോട്ട കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന, കേരളത്തിലുണ്ടായിരുന്ന ഒട്ടുമിക്ക മഹാക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ദേവന്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള തന്ത്രിയുടെ ഭവനത്തിൽ നിന്ന് എതിർക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ തീരുമാനിക്കേണ്ടത്, ക്ഷേത്രത്തിലെ ഭഗവാന്റെ അല്ലെ ദേവന്റെ പിതൃസ്ഥാനീയനാണ് തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പിതൃസ്ഥാനീയനായിട്ടുള്ള തന്ത്രി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ദേവന് പിന്നെ വേറെ പിതാവില്ലേ? പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ താന്ത്രിക സമുച്ചയമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭക്തന്മാരുടെ രക്ഷയ്ക്കായിട്ടാണ്. ഈ ഭക്തന്മാരുടെ രക്ഷയ്ക്ക് അഭയമായിട്ട് അഭയമായി തീരേണ്ട ക്ഷേത്രങ്ങൾ ഈ കുറച്ച് ജീർണിച്ച, ഈ ഞങ്ങളുടെ വയലാർ പറഞ്ഞ പോലെ ഈ ദ്രവിച്ച പൂണൂല് ചുറ്റി മരിക്കുന്ന ഈ ജീർണ ജന്മങ്ങൾ നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റിയില്ലെങ്കിൽ, മഹാകവി കുമാരനാശാൻ നൂറ്റാണ്ടിന് മുമ്പ് ഗർജിച്ചൊരു ഗർജനമുണ്ട്, മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെത്താൻ. അവരൊക്കെ മാറിയെന്നേ. ഇവർ പറയുന്ന ഊരാഴ്മ അവകാശം പേറി വരികയാണെങ്കിൽ ഈ ഇവിടെ ജനാധിപത്യം വരുമായിരുന്നു. യഥാർത്ഥത്തിൽ ഊരാഴ്മക്കാരനായിരുന്നല്ലോ തിരുവിതാംകൂർ മഹാരാജാവ്. ആ മഹാരാജാവിനേക്കാളും വലിയ രാജാധികാരങ്ങൾ ക്ഷേത്രത്തിലുണ്ടോ? ഇല്ല. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഈ രാജ്യത്ത് ഈ പൂണൂലിട്ട ഈ സഹോദരന്മാരൊന്നുമല്ല ഇവിടുത്തെ വികസനത്തിൻ്റെ പ്രക്രിയയിൽ പങ്കാളികളായിരിക്കുന്നത്. ഇവിടെ കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണകൂടങ്ങൾ, രാജഭരണകൂടങ്ങൾ, ഇവിടുത്തെ അധസ്ഥിത പിന്നോക്കക്കാരെന്നും മുദ്രകുത്തി ഇന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ആളുകളെ അന്ന് നിയമപരമായിട്ട് ഇവിടുത്തെ പൊതുമരാമത്ത് ജോലികൾ ചെയ്യാനായിട്ട് നിർബന്ധപ്പെടുത്തുന്ന വകുപ്പുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഊഴിയ വേല എന്നാണ്. അതായത് വേതനം പറ്റാതെ കണ്ട് പൊതുക്ഷേത്രങ്ങൾ, പൊതു റോഡുകൾ, പൊതു തോടുകൾ എന്ന് വേണ്ട എല്ലാവിധ പൊതുസ്ഥാപനങ്ങളും ഉണ്ടാക്കാനായിട്ട് നിർബന്ധിതമായിട്ട് കടമപ്പെടുത്തിയിരുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഈ ഈഴവരാതി പിന്നോക്കക്കാരെന്ന് ഇവർ പ്രഖ്യാപിക്കുന്ന ആളുകൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളും ഇതിൻ്റെ നേരെ അവകാശികളും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന 80% വരുന്ന ഈ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്ന് ഇവർ പ്രഖ്യാപിക്കപ്പെടുന്ന ഇവർ തന്നെയാണ്. അതുകൊണ്ട് ഇനി ഈ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കൂട്ടി പഠിപ്പിക്കാൻ വരണ്ട. കാരണം എന്താണ്, ഇവിടെ മാറിയൊരു സമൂഹമാണെന്ന് ചിന്തിക്കുന്നത്. 1888 ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഈ കേരളത്തിൽ ശിവാലയങ്ങൾ ഇല്ലായിരുന്നുകൊണ്ടല്ല. ഈ ശിവാലയങ്ങളെല്ലാം ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്തപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് തുടങ്ങി വെച്ച നവോത്ഥാനത്തിൻ്റെ വിപ്ലവമാണ് വിവേകാനന്ദ സ്വാമിജി വന്ന് ഈ ഇരിക്കുന്ന ബുദ്ധിജീവികളുടെ നാട്ടിൽ വന്ന് ഭാഷാടിസ്ഥാനത്തിൽ
കേരളം രൂപപ്പെട്ടില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, അന്ന് തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു. ആ ഭ്രാന്താലയം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകൾക്കും ഭ്രാന്തുള്ള സ്ഥലത്തിനാണ് ഭ്രാന്താലയം എന്ന് പറയുന്നത്. ആ ഭ്രാന്താലയത്തിന്റെ നടത്തിപ്പുകാരാണ് ഇമാതിരിയുള്ള തന്ത്രികൾ. ആ കേരളത്തെ ഇന്ന് ലോകം മുഴുവൻ പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് കേരളത്തെ പറയണമെങ്കിൽ ഈ തന്ത്രിയുടെ മന്ത്രതന്ത്ര സമുച്ചയം കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ഈ ജാതിഭേദവും മതദ്വേഷവും ഒന്നും ഇല്ലാതെ കണ്ട് ഈ വിശ്വാസികളായ മുഴുവൻ ആളുകളെയും ഒരു അമ്മ പെറ്റ മക്കളെപ്പോലെ ഒരു സ്വാതന്ത്ര്യത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനത്തെ സംസ്ഥാപന ചെയ്ത ഈ മണ്ണിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ഒരു ഭരണകൂടമുള്ള വി.എൻ. വാസവനെ പോലുള്ള കരുത്തുറ്റ കഴിവുള്ള തൻ്റെ ഇടമുള്ള ഒരു ദേവസ്വം മന്ത്രി ഈ വകുപ്പ് കൈയാളുമ്പോൾ ഇവിടെ ഈ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് കേരള സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നമുക്കറിയാമല്ലോ വൈക്കത്തെ ചരിത്രം. ഗാന്ധിജിക്ക് പോലും ജാതി ആരോപിച്ചുകൊണ്ട് പിന്നോക്കം നിർത്തിയ ആ മനയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ആരാധനായ ജനറൽ സെക്രട്ടറി അതിനെക്കുറിച്ച് പ്രതികരിച്ചല്ലോ. അതിപ്പോൾ ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷേത്രത്തില് സ്വന്തമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാവവും കൊടുക്കുന്ന ആളുകളെ കഴകക്കാരനായിട്ട് പോലും അകത്ത് കയറ്റാനായിട്ട് മാനസിക വളർച്ച നിങ്ങൾക്കിനി വൈകിട്ടില്ലെങ്കിൽ, ശിവഗിരിയിൽ നിന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, നിങ്ങൾ കണ്ണട ചെറിയ കിടക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. ഒരു കാലഘട്ടത്തിൽ അന്ത്യത്തിരി തെളിക്കാൻ പോലും വരുമാനം ഇല്ലായിരുന്ന ക്ഷേത്രത്തിന് സർ.സി.പിയുടെ ഗൂഢബുദ്ധിയിലാണെങ്കിൽ പോലും ക്ഷേത്ര പ്രവേശന വിളംബരം നൽകിക്കൊണ്ട് ഈ നാട്ടിലെ പിന്നോക്കക്കാരെന്ന് മുദ്രകുത്തിയ ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം കൊടുത്തുകൊണ്ട് നേർച്ചയിടാനും തൊഴാനും മാത്രം അവരെ നിർബന്ധിക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നും വിപ്ലവത്തിന്റെ തീജ്വാലകൾ പൊട്ടിപ്പുറപ്പെടുന്ന കാലം അനധിവിദൂരമല്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഊരാഴ്മ അവകാശമായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഈ നിയമനിർമ്മാണ സഭകളിലെ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിശ്ചയിക്കപ്പെട്ട സാമൂഹിക നീതി നടപ്പാക്കാൻ നിയമനിർമ്മാണ സഭകളിലൂടെ നിയമം നിർമ്മിച്ചുകൊണ്ട് നടപ്പാക്കാനായിട്ടുള്ള ആർജവം കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം ഡോക്ടർ ബി.ആർ. അംബേദ്കർ എല്ലാ ഭാഗത്തിലും സംവരണം വേണമെന്ന് വാദിച്ചത് ജുഡീഷ്യറിയിലെ ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ജാതീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്താഗതികളുള്ള ജുഡീഷ്യറിയാണ് ഇവിടെ ഉള്ളത്. ആ ബെഞ്ചുകളിൽ പോയിട്ട് ജാതീയത നിലനിർത്താൻ ഉതകുന്ന തിട്ടൂരങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പൊതുസമൂഹത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ വായടപ്പിക്കാമെന്ന് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും എതിർക്കാനായിട്ടുള്ള തൻ്റെ ഇടമുള്ള പ്രസ്ഥാനമാണ് SNDP യോഗം. SNDP യോഗം ഈ നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങള് കുറെ ആളുകള് സൂര്യനെ പഴമുറം കൊണ്ട് മറക്കുന്നത് പോലെ മറച്ചു പിടിച്ചു കഴിഞ്ഞാലും ഈ പ്രസ്ഥാനം തളരില്ല. ഇതിന് കർമ്മധീരനായിട്ടുള്ളൊരു ജനറൽ സെക്രട്ടറി ഉണ്ട്. ഇതിന് ഈ പ്രസ്ഥാനത്തെ ഒരു ഞൊടിച്ചാൽ ഇവിടുത്തെ ഭരണകൂടങ്ങളെല്ലാം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പ്രക്ഷോഭണങ്ങളും നടത്താനായിട്ടുള്ള കഴിവുള്ള സംഘടനയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ സമാധാനം നിലനിർത്തുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ നിയമനിർമ്മാണ സഭകളിൽ നിയമം നിർമ്മിച്ചുകൊണ്ട് അത് പരിരക്ഷിക്കുവാനായിട്ട് പ്രിയപ്പെട്ട പുരോഗമന പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് തയ്യാറാകണമെന്ന് ഞങ്ങൾ വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജുഡീഷ്യറികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള തിട്ടൂരവും കൊണ്ടുവന്നിട്ട് ഈ മാറ്റത്തിന് വേണ്ടിയിട്ട് കുടികൊള്ളുന്നവരെ വായടപ്പിക്കാം എന്ന് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങളത് തെറ്റായിട്ട് നാളെ പശ്ചാത്തപിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിട്ടൂരം തന്നെ ഞാൻ ശബരിമലയുടെ കാര്യത്തിൽ തിരക്കുകയാണ്. ഈ കോടാനുകോടി മനുഷ്യർ ചേർന്ന ശബരിമലയിൽ ഈ ഊരാഴ്മ അവകാശം പണ്ട് ചീരപ്പഞ്ചിറയിലെ, അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാവായിട്ടിരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്, സുശീല ഗോപാലിന്റെ കുടുംബക്കാർക്കായിട്ടുള്ള ചീരപ്പഞ്ചിറക്കാർക്ക് വെടിവഴിപാടിന്റെ ആനുകൂല്യം ഉണ്ടായിരുന്നല്ലോ. ആ വെടിവഴിപാടിന്റെ ആനുകൂല്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഊരാഴ്മ അവകാശം പറഞ്ഞുകൊണ്ട് ആ ഈഴവ തറവാടിൽ നിഷേധിച്ചു? അപ്പോൾ നിങ്ങൾ ഈ സമ്പത്തിന്റെ മുഴുവൻ മേലധികാരവും വിശ്വാസത്തിന്റെ പേരിൽ പാവപ്പെട്ട വിശ്വാസികളെ അടിച്ചേൽപ്പിക്കുകയും ഒരു കഴകക്കാരനായിട്ട് ചെന്നാൽ പോലും അവനെ അംഗീകരിക്കാതിരിക്കുന്ന മാനസിക ദുഷ്ചെയ്തികളുള്ള ഈ തന്ത്രിമാരെ പോലുള്ള കുതന്ത്രികളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, തന്ത്രി അല്ല തന്ത്രം മെനയേണ്ടത് മന്ത്രിയാണ്. മന്ത്രി ഭരിക്കുന്ന നാട്ടില് തന്ത്രിയുടെ തന്ത്രം സ്വന്തം കുടുംബത്തിൽ വെച്ചാൽ മതി. ഒരു തന്ത്രി ദേവന്റെ പിതൃസ്ഥാനാണെങ്കിൽ ഈ തന്ത്രി മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പിതൃസ്ഥാനം നഷ്ടപ്പെട്ടു പോകില്ലേ? അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ആളുകളെ വീണ്ടും തന്ത്രിയായിട്ട് അവരോധിക്കാമെങ്കിൽ
മാറ്റങ്ങൾ കാലഘട്ടത്തിന് അനുഗുണമായിട്ടാണ് വരുന്നത്. അച്ഛൻ പറഞ്ഞില്ലേ, മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെത്താൻ. നിങ്ങളെ മാറ്റുവന്നേ, ഒരു തർക്കവും വേണ്ട. കാരണം ഈ ദ്രവിച്ച പൂണൂല് നിങ്ങളാലെ ചുറ്റി മരിക്കാനായിട്ട് നിങ്ങൾ വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമാജത്തിൻ്റെ അന്തസ്സിനും ശ്രേയസ്സിനും പ്രേയസ്സിനും ചേരുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർക്കുന്ന നമ്മുടെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ അകത്ത് ജാതീയത കലക്കി പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൻ്റെ സമാജത്തിൽ വിഷം നിങ്ങൾ കലക്കരുത്. കാരണം നമുക്കറിയാലോ, നിങ്ങളുടെ വായിൽ നിന്ന് വന്നത് ഈ ഹൈന്ദവ സമൂഹങ്ങൾ എന്ന് പറയുന്നത് ഹൈന്ദവ മതം എന്ന് പറഞ്ഞാൽ മതമേ ഇല്ല, അതൊരു ആചാരമാണ്. ആ ആചാരങ്ങൾ പാലിക്കുന്ന എല്ലാ ആളുകളെയും തുല്യമായിട്ട് കാണാനായിട്ടുള്ള മാനസിക വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ ഇപ്പോഴും കിടന്നിട്ട് ഭയങ്കരമായ ആചാരങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നില്ലേ, ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറയുമ്പോൾ, ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഭൂരിപക്ഷത്തിൻ്റെ വികാരത്തെ മനസ്സിലാക്കാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം വംശനാശം നേടുന്ന സിംഹവാലം കുരങ്ങിൻ്റെ പട്ടികയിലായിരിക്കുമെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട്, ഇതുപോലുള്ള ജീർണ മനസ്സുള്ള ആ വിഡ്ഢികളെ അതുപോലുള്ള സ്ഥാനത്തിന് അർഹരല്ല. കാരണം പരമാത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരനെ ജീവാത്മസ്വരൂപനായിട്ട് ആരാധിക്കുന്ന തരത്തിൽ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ സംയോജിക്കുമ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ പൊതുസമൂഹം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. കാരണം പൊതുസമാധാനത്തെ ഹനിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രത്യക്ഷമായിട്ടുള്ള സമര പരിപാടികൾ ഇവിടെ രൂപപ്പെടുത്താത്തത്. SNDP യോഗം ജനറൽ സെക്രട്ടറി ഒന്ന് ഞൊടിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഇതുപോലുള്ള തന്ത്രികളെ ഈ എല്ലാ രീതിയിൽ ഞങ്ങൾക്ക് ഈ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഈ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, ഈ കാണുന്ന നിങ്ങളെയൊക്കെ പിന്താങ്ങുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും രക്തസാക്ഷി സ്തൂപങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ സമുദായത്തിൽപ്പെട്ട ചുണക്കുട്ടികളാണെന്നുള്ള ഒരു വിവരം നിങ്ങൾക്ക് വേണം. ഞങ്ങളുടെ സ്വന്തം ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാകുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ജീവത്യാഗം ചെയ്യാനായിട്ട് ഒരു മടിയില്ലെന്നേ. കാരണം വൈക്കത്തെ ചരിത്രം നിങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് പറ്റിച്ച ചരിത്രമല്ല ചരിത്രം. അവിടെ 10-200 ചില്ലുവാനും ഈഴവ ചെറുപ്പക്കാരെ അവിടെ പട്ടിയും പശുവും പൂച്ചയും നടക്കുന്ന മണ്ണിലൂടെ നിങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള ചുണക്കുട്ടന്മാര് നിങ്ങളുടെ കഠോരമായിട്ടുള്ള കടാരി കുത്തുകൊണ്ടും കുന്തത്തിന്റെ കുത്തുകൊണ്ടും വാളിന്റെ വെട്ടുകൊണ്ടും മരണപ്പെട്ടെന്നേ. അന്ന് തുടങ്ങിയ വിപ്ലവം ഞങ്ങൾ ആ വഴി മേടിച്ചാണ് അടങ്ങിയത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രസ്ഥാനത്തെ, അത് ദേവസ്വം ബോർഡിനെയൊക്കെ നയിക്കുന്നതേ ഞങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള ഒരാളിൻ്റെ ഒരു സത്പുത്രനാണെന്നേ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തു ആയിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഈ മാതിരിയുള്ള കലാപരിപാടികൾ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.